ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് എന്നത്തെയും പോലെ കേക്ക് വ്ളോഗോ മോർണിംഗ് വ്ളോഗോ കാര്യങ്ങളൊന്നും ആയിട്ടല്ല കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്ത് ആവശ്യമുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നേക്കണത്. കുറേ പേര് പേഴ്സണലി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ നെയിം സ്ലിപ്പ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ നമുക്കതൊരു വാട്സപ്പ് മെസ്സേജ് വഴിയോ ഒന്ന് ഫോൺ വിളിച്ചോ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയതല്ല ഈ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് അത് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതും കുറച്ച് വൈകിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഓർഡറൊന്നും എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ പിള്ളേർക്ക് 3 പേർക്ക് മാത്രമേ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വീഡിയോ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ക്യാൻവ ഒട്ടും യൂസ് ചെയ്യാത്തവർക്ക് പോലും സിമ്പിളായിട്ട് എങ്ങനെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കുക എന്നുള്ള മെത്തേഡ് ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് പോകാം. ആദ്യം തന്നെ ഫോണിൽ ക്യാൻവ എന്നുള്ള ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ നെയിം സ്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ കസ്റ്റം സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. അത് എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ സെൻറ്റിമീറ്റർ യൂണിറ്റ് എന്നുള്ളത് സെൻറ്റിമീറ്റർ ആക്കി കൊടുക്കുക. അത് വേറെ സംഭവമായിട്ടായിരിക്കും കിടക്കണത്. അങ്ങനെ ആക്കി കൊടുത്തിട്ട് വിഡ്ത്തും ഹൈറ്റും നമുക്കൊരു നെയിം സ്ലിപ്പിൻ്റെ എന്തോരം വേണം എന്നുള്ളത് അത് ചൂസ് ചെയ്യുക. ഞാൻ എൻ്റെ പിള്ളേരുടെ പഴയ നെയിം സ്ലിപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വിഡ്ത്ത് ഒരു 8.2ഉം ഹൈറ്റ് 5 സെൻറ്റിമീറ്ററും അങ്ങനെയാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെഷർമെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു അളവിൽ അവിടെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ താഴെ ക്യാമറ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് നമ്മുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് റെയിൻബോയുടെ ബാക്ക്ഗ്രൗണ്ട് എവിടെ നിന്നാണ് കിട്ടിയെന്നാണ് കാണിക്കുന്നത്. അതിന് നമ്മൾ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് വേണം. അതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുക. അപ്പം ഞാൻ റെയിൻബോ തീംഡ് നെയിം സ്ലിപ്പ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഫോട്ടോസ് വരും, ഒരുപാട് പ്രിൻറ്റ്സ് വരും. അതിൽ ഇഷ്ടമുള്ള നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിത് സെലക്ട് ചെയ്ത് കാണിക്കുന്നതല്ല ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ ചൂസ് ചെയ്തത് വേറെയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് എൻ്റെ വീഡിയോ മിസ്സായതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നതാണ്. എല്ലാം സെയിം തന്നെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൻ്റെ സൈഡിൽ ഒരു 3 ഡോട്ട് ഉണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇമേജ് ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആയിക്കോളും. വീണ്ടും നമ്മൾ ക്യാൻവയിൽ വന്നിട്ട് ഈ ക്യാമറ റോളിൽ നിന്ന് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അതിലേക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ആ സൈസിലേക്ക് അത് ഫിറ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് കുട്ടിയുടെ ഫോട്ടോ വേണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ക്യാമറ റോളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ കിട്ടില്ല. കാരണം നമുക്ക് ഫോട്ടോ അതിനകത്തേക്ക് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്തിട്ട് കൊടുത്താലാണ് കുറച്ചുകൂടെ അട്രാക്ഷൻ ഉണ്ടാവുക. അല്ലാതെ നമുക്ക് അതേപോലെ തന്നെ കൊടുക്കാം. അപ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ആ ഇൻഷോട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിൽ ഫോട്ടോ എന്നുള്ള എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ കട്ട് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവും. അത് നമ്മൾക്ക് വേണ്ട അനുസരിച്ച് സെറ്റ് ചെയ്യുക. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം ക്യാൻവയിലേക്ക് സെറ്റ് ചെയ്യാനുള്ളതാലോ. എന്നിട്ട് മുകളിലെ ഓപ്ഷനിൽ നമ്മൾ ഡൗൺലോഡ് സേവ് കൊടുക്കുക. അതുകൊണ്ട് വീണ്ടും ക്യാൻവയിൽ വന്നു കഴിഞ്ഞിട്ട് ക്യാമറ റോളിൽ പോവുക. നമുക്ക് ആവശ്യമുള്ള ഇമേജ്, അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വച്ചേക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നെയിം സ്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സൈസിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ, മാക്സിമം വലുപ്പത്തിൽ തന്നെ കൊടുത്തോളുക. കാരണം എന്തായാലും നെയിം സ്ലിപ്പിൽ നമ്മൾ ഫോട്ടോ വയ്ക്കുന്നത് അട്രാക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം താഴെ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നമുക്ക് പേര് ആഡ് ഹെഡിങ് എന്നുള്ളതാണ് ഞാൻ എടുക്കുന്നത്. കാരണം പേര് കുറച്ച് വലുതായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെഡിങ് എന്നുള്ള എടുത്തിട്ട് അതിൽ നമ്മൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ ഫോണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സെലക്ട് ചെയ്ത് നമുക്ക് ഒരുപാട് ടൈപ്പിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേര് വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് ബോൾഡായിട്ട് നിൽക്കുന്ന രീതിക്കുള്ള, വായിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ ഞാൻ പേര് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കി സംഭവങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കളറൊക്കെ വേണ്ടി മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാൻ ഞാൻ ഒരുപാട് മാറ്റാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ബ്ലാക്ക് തന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ കഴിഞ്ഞ തവണ നെയിം സ്ലിപ്പ് ചെയ്ത സമയത്ത് ക്ലാസ് ഓൾറെഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം സ്ലിപ്പ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത വർഷത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് ടൈപ്പ് ചെയ്യൽ നിർത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ് എന്നുള്ളതും ഡിവിഷൻ എന്നൊക്കെ ഉള്ളത് അടുത്ത വീണ്ടും ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് സബ് ഹെഡിങ് എന്നുള്ള എടുക്കുക. കാരണം വീണ്ടും ഹെഡിങ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ നല്ല വലുതായി പോകുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടെ ചെറുതായിട്ട് മതി. അതുകൊണ്ട് തന്നെ സബ് ഹെഡിങ് എന്നുള്ള എടുത്തതിന് ശേഷം ക്ലാസ് എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ക്ലാസ്സൊക്കെ എഴുതാനുള്ള സ്ഥലത്ത് കുറച്ച് ഡോട്ട് പോലെ ഫുൾ സ്റ്റോപ്പ് കുറേ ആയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ റോൾ നമ്പറും കൊടുക്കുക. പിന്നെ ഡിവിഷൻ കൊടുക്കണം എന്നുള്ളവർക്ക് ഡിവിഷനും കൊടുക്കാം. പിന്നെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് കൊടുത്തിട്ടില്ല. പിന്നെ റോൾ നമ്പർ കൊടുത്തതിന് ശേഷം വീണ്ടും പോയി ടെക്സ്റ്റിൽ സബ് ഹെഡിങ് തന്നെ എടുക്കുക. എന്നിട്ട് സബ്ജക്റ്റ് എന്നുള്ള കൊടുക്കുക. പിന്നെ ഞാൻ സ്കൂളിൻ്റെ പേര് ഹെഡിങ്ങിൽ തന്നെ കുറച്ച് ബോൾഡായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല വലുതായിട്ടിരിക്കാൻ വേണ്ടി ഹെഡിങ് എന്നുള്ളതാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അത് നമ്മുടെ സ്കൂളിൻ്റെ പേരും അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ അതിലേക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ബട്ടർഫ്ലൈയുടെ പിക്ചർ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ ക്യാൻവയിൽ തന്നെ ഈ പേജിൻ്റെ ഏറ്റവും താഴെ എലമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്ത്
കഴിഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ആണെങ്കിൽ ബട്ടർഫ്ലൈ, ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ, അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് എലമെൻറ്റ്സ് വേണമെങ്കിൽ കിട്ടും. അത് നമുക്ക് കൊണ്ടുവന്ന് എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുകളിലൊരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്കതിന് മൊത്തം ഒരു 30 എണ്ണം ഒരു A3യിലേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അടുത്തത് അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മെയിൻ പേജിൽ പോയിട്ട് കസ്റ്റം സൈസ് എടുക്കുക. അതിൽ നമ്മൾ A3യുടെ സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് A3 കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ A3യുടെ സൈസ് പറയുകയാണെങ്കിൽ വിഡ്ത്ത് വന്നിട്ട് 42 സെൻറ്റിമീറ്ററും ഹൈറ്റ് വന്നിട്ട് 29.7 സെൻറ്റിമീറ്ററും. കറക്റ്റ് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് തുടങ്ങണം, എന്നാലാണ് കറക്റ്റ് A3യിൽ കിട്ടുള്ളൂ. ഞാൻ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് സെലക്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഹൈറ്റും വിഡ്ത്തും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരും. പിന്നെ നമ്മൾ യൂണിറ്റ് ആയിരുന്ന സെൻറ്റിമീറ്റർ ആക്കി കൊടുക്കാൻ മറക്കരുത്. അതിന് ശേഷം വേണം വിഡ്ത്തും ഹൈറ്റും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ താഴെ ക്യാമറ റോളിൽ പോയി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നെയിം സ്ലിപ്പ് കൊണ്ടുവന്ന് ഈ പേജിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വയ്ക്കുക. പിന്നെ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലൊരു പ്ലസ് ചിഹ്നം ഉണ്ടാവും. അതിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കോപ്പി എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കോപ്പി നമ്മൾ താഴെ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ കോപ്പി കൊടുക്കുമ്പോൾ കറക്റ്റ് ലെവലിന് താഴെ വന്നോളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ സ്പീഡാക്കിയാൽ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലാഗ് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറേയൊക്കെ സ്പീഡാക്കി കാണിച്ചത്. ഇനി നമുക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ആരോ മാർക്ക് മുകളിലേക്ക് നിൽക്കുന്ന ആ ഒരു സൈൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഡൗൺലോഡ് കൊടുത്തിട്ട് ആ ഒരു കോളത്തിൽ PDF സ്റ്റാൻഡേർഡ് എന്നായിരിക്കും കിടക്കുക. നമ്മൾ മാറ്റിയിട്ട് PDF ബെസ്റ്റ് ഫോർ പ്രിൻറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എങ്ങോട്ടാണ് അയച്ചു കൊടുക്കുന്നത്, ഓൾറെഡി എൻ്റെ വാട്സപ്പിൽ പ്രിൻറ്റ് ഷോപ്പിലെ നമ്പർ ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് തന്നെ PDF ആയിട്ട് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് വാട്സപ്പിലേക്ക് ഡയറക്റ്റ് അയക്കാനുള്ള ഓപ്ഷൻ വരും. അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവനക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അവനക്ക് റൊണാൾഡോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നെയിം സ്ലിപ്പ് ചെയ്യുവാണെങ്കിൽ റൊണാൾഡോയുടെ ഫോട്ടോ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഇൻഷോട്ടിൽ പോയി പറഞ്ഞ മാതിരി ഫോട്ടോ സെലക്ട് ചെയ്ത് കട്ടൗട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷമാണ് ഞാൻ പിൻട്രസ്റ്റിൽ പോയി ഫോട്ടോ ഡൗൺലോഡ് ചെയ്യണത്. ആദ്യം ഞാൻ ഇങ്ങനത്തെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. അതായത് റൊണാൾഡോ തീമിൻ്റെ നെയിം സ്ലിപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അടിച്ചുമ്പോൾ നമുക്ക് ഇതുപോലത്തെ നെയിം സ്ലിപ്പിൻ്റെ രീതിക്ക് തന്നെയുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടും. പക്ഷേ അത് സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ സൈസും ആ സൈസും ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഒരു നോർമലായിട്ടുള്ള ഒരു പ്രിൻ്റ്, അതായത് പിൻട്രസ്റ്റിൽ പോയി ഒരു റെഡ് കളർ, അവൻ്റെ ഷർട്ടും ടീഷർട്ട് റെഡ് കളറായിരുന്നു ഞാൻ വയ്ക്കാൻ ഉദ്ദേശിച്ച ഫോട്ടോ. അതുപോലെ റൊണാൾഡോയുടെ ജേഴ്സിയും റെഡ് കളർ ആയതുകൊണ്ട് തന്നെ റെഡ് കളർ ഔട്ട്ലൈൻ പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡ് കളർ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെറുതെ ഞാൻ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സിമ്പിളായിട്ടുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് 4 സൈഡും റെഡ് കളർ വന്ന രീതിക്ക് എന്തായാലും നമുക്ക് നമ്മുടെ സൈസ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 2 സൈഡിൽ ആ ഒരു റെഡ് കളർ ബോർഡർ വന്ന രീതിക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അവൻ്റെ ഫോട്ടോ നേരെ താഴെ ക്യാമറ റോളിൽ പോയി സെലക്ട് ചെയ്തിട്ട് അത് ഇതിനകത്തേക്ക് കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഒന്ന് സ്പീഡ് കുറച്ചിട്ടൊന്ന് കണ്ടു നോക്കിയാൽ മതിയാവും കേട്ടോ. കാരണം ഞാൻ പറയണത് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിക്ക് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ വീഡിയോ ഒരുപാട് ലാഗായി പോയാലും പ്രശ്നമല്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ മാക്സിമം ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ സ്പീഡാക്കിയതാണ് കേട്ടോ. അങ്ങനെ അതിനകത്തേക്ക് നമ്മൾ അവൻ്റെ ഫോട്ടോയും അതേപോലെ തന്നെ റൊണാൾഡോയുടെ ഒരു ഫോട്ടോയും, അത് ഞാൻ പറയാൻ മറന്നു കേട്ടോ, നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് റൊണാൾഡോയുടെ ഒരു പ്രിൻ്റ്, ഒരു പിക്ചർ മാത്രമായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വെറുതെ റൊണാൾഡോ പ്രിൻറ്റബിൾ, ടോപ്പർ പ്രിൻറ്റബിൾ എന്ന് അങ്ങനെ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് വരും. അത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഫോട്ടോയും റൊണാൾഡോയുടെ ഫോട്ടോയും താഴെ ക്യാമറ റോളിൽ പോയി സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യം ലെഫ്റ്റ് സൈഡിൽ അവൻ്റെ ഫോട്ടോയും റൈറ്റ് സൈഡിൽ റൊണാൾഡോയും വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് സ്യൂട്ടെല്ലാം തോന്നിയിട്ട് പിന്നെ നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ, അതായത് നമ്മൾ പേരൊക്കെ എഴുതി സെറ്റ് ചെയ്യുമ്പോൾ പേരൊക്കെ അട്രാക്റ്റീവായിട്ട് നിൽക്കാൻ പാകത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് സെറ്റ് ചെയ്യാം. അത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ പേരൊക്കെ കുറച്ച് ബോൾഡായിട്ട്, അതായത് ടെക്സ്റ്റിൽ ആഡ് ഹെഡിങ് എന്നുള്ള എടുത്ത് പേര് കൊടുത്തു. അതിൻ്റെ ആഡ് സബ് ഹെഡിങ് എന്നുള്ള എടുത്തിട്ട് ക്ലാസ് റോൾ നമ്പറൊക്കെ കൊടുത്തു, സബ്ജക്റ്റ് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ സ്കൂളും കുറച്ച് ബോൾഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെ പേര് ആഡ് ഹെഡിങ് എന്നുള്ള എടുത്തിട്ടാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പഴയതുപോലെ തന്നെ നമ്മൾ താഴോട്ടുള്ള ആരോ മാർക്ക് എടുത്ത് സേവ് ചെയ്തു. വീണ്ടും നമ്മൾ ക്യാൻവയുടെ മെയിൻ പേജിൽ പോയിട്ട് കസ്റ്റം സൈസ് എടുത്തിട്ട് A3 പേജ് സെലക്ട് ചെയ്തു. അതായത് വിഡ്ത്തും ഹൈറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെലക്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന നെയിം സ്ലിപ്പ് ഓരോന്നോരോന്ന് കോപ്പി എടുത്ത് ചെയ്ത് കൊടുത്തു. ഒരു പ്രാവശ്യം കോപ്പി എടുത്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പാടുണ്ടാവുള്ളൂ. പിന്നെ നമുക്കത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പീഡിന് തന്നെ റെഡി ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ പഴയതുപോലെ തന്നെ നമ്മൾ ആരോ മാർക്കിൽ മുകളിലോട്ടുള്ള ആരോ മാർക്ക് എടുത്തിട്ട് അതിനകത്ത് സേവ് ചെയ്തു. ഞാൻ വാട്സപ്പിൽ ഡയറക്റ്റ് പ്രിൻറ്റ് ഷോപ്പിലേക്ക് അയച്ചു കൊടുത്തു. പിന്നെ ഞാൻ കാണിക്കണത് നമുക്ക് വളരെ സിമ്പിളായിട്ട്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ചെയ്യണ ഓപ്ഷനായിട്ട് കാണിക്കണത്. അതായത് ക്യാൻവയിൽ മെയിൻ പേജ് തുറക്കുമ്പോൾ തന്നെ, അതായത് നമ്മൾ കസ്റ്റം സൈസൊക്കെ എടുത്തല്ലോ, അതിൻ്റെ മുകളിൽ തന്നെ ഒരു സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നെയിം സ്ലിപ്പ് തീമെന്നോ നെയിം സ്ലിപ്പ് ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ എന്തെങ്കിലും അടിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് നെയിം സ്ലിപ്പിൻ്റെ മോഡൽസ് വരും. അത് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫോട്ടോ റിമൂവ്
റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കൊച്ചിൻ്റെ ഫോട്ടോ കയറ്റുക. അതേപോലെ തന്നെ പേരൊക്കെ അതിൽ നിന്നുള്ള ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള പേരും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തതിൻ്റെ ഐശ്വര്യന് ഒട്ടും ഇഷ്ടപ്പെടില്ല. കാര്യം ചെയ്ത് കൊടുത്താൽ അത് ഓക്കെയാണ്, അവൾക്ക് അവൾ ഞാൻ ചെയ്തതല്ലേന്ന് വിചാരിച്ചിട്ട് ഓക്കെ പറയും. പക്ഷെ എന്നാലും അവൾക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് ചെയ്യാനായിരുന്നു. എന്തായാലും മറ്റവർ രണ്ടുപേരും കുറച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ചെയ്തല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച മറ്റേത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു സിമ്പിളായിട്ട് വേറെ തീമും കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബോർഡ് തീം, അതായത് പിൻട്രസ്റ്റിൽ ബോ തീം നെയിം സ്ലിപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടി. അത് പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്ത് ഫോട്ടോയും ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അത് സെറ്റ് ചെയ്തു. പിന്നെ പേര് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ പേര് കുറച്ച് ബോൾഡായിട്ട് കൊടുത്തു. പിന്നെ ബാക്കിയെല്ലാം സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് വീണ്ടും സ്കൂളും അതേപോലെ തന്നെ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യം ഞാൻ ഒന്നോടെ പറയാം കേട്ടോ. അതായത് നമ്മൾ നെയിം സ്ലിപ്പ് ഇങ്ങനെ സിമ്പിളായിട്ട്, അതായത് ഒരു നെയിം സ്ലിപ്പായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആരോ മാർക്ക് താഴോട്ട് നിൽക്കുന്ന ആരോ മാർക്കാണ് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ A3 സെലക്ട് ചെയ്തിട്ട് A3 പേജിലേക്ക് നമ്മൾ 30 നെയിം സ്ലിപ്പ് സെറ്റ് ചെയ്യുമല്ലോ, ആ ടൈമിൽ നമ്മൾ ആരോ മാർക്ക് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലുള്ള ആരോ മാർക്ക് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്ത് കഴിയുമ്പോൾ ആ ഒരു കോളത്തിൽ PDF സ്റ്റാൻഡേർഡ് എന്നായിരിക്കും കിടക്കുന്നത്. അത് മാറ്റിയിട്ട് PDF ബെസ്റ്റ് ഫോർ പ്രിൻറ്റിംഗ് എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഡയറക്റ്റ് നമുക്ക് വാട്സപ്പിലേക്ക് അയക്കാനുള്ള ഓപ്ഷനൊക്കെ അവിടെ കാണിക്കും. എന്നിട്ട് നമുക്ക് പ്രിൻറ്റ് ഷോപ്പിൽ നമ്പർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒരു പ്രൊഫൈലിലേക്ക് ആയാലും അയച്ചിടുക. പിന്നെ നമുക്കത് റീഷെയർ ചെയ്യാൻ പറ്റും, അതായത് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 പേരുടെയും അങ്ങനെ റെഡിയാക്കിയിട്ട് ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രിൻ്റ് എടുക്കാനായിട്ട് അവരോട് A3 സ്റ്റിക്കറിൽ തന്നെ പ്രിൻ്റ് എടുത്ത് തരാൻ പ്രത്യേകം പറയുക. പിന്നെ കട്ട് ചെയ്ത്, അതായത് നമ്മൾ കടകളിൽ നിന്ന് നമ്മൾ നേരത്തെയൊക്കെ നെയിം സ്ലിപ്പ് വാങ്ങിക്കുമല്ലോ, അതേപോലെ നമുക്ക് ഓരോന്ന് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുന്ന രീതിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ കട്ട് ചെയ്യണതിന് നല്ല റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഓർഡർ എടുത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണവർ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. കാരണം നമുക്കിത് ചെയ്യണേ കൊണ്ട് ഒരു ലാഭം ഉണ്ടാവില്ല. ഇത് തന്നെ നമുക്ക് വലിയ ലാഭം ഉണ്ടായിട്ടൊന്നും അല്ല, കാരണം നല്ല കുത്തിപ്പിടിച്ചിരുന്ന് എഡിറ്റ് ചെയ്യൽ കുറച്ച് പണിയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് കേക്കിൻ്റെ വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ വർഷം ഓർഡർ എടുക്കാത്തതാണ് കേട്ടോ. പക്ഷേ നമുക്ക് വീടുകളിൽ ഇരുന്ന് തന്നെ നമ്മുടെ മക്കളെ നെയിം സ്ലിപ്പ് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. A3 സ്റ്റിക്കറിൽ പ്രിൻ്റ് എടുത്ത് തരാൻ പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് കത്രികയും കൊണ്ട് നല്ല ഷേപ്പിൽ അടിപൊളിയായിട്ട് നമുക്ക് ക്ഷമയോടെ ഇരുന്ന് സമാധാനത്തോടെ ഇരുന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഞാൻ വ്ളോഗ്സൊക്കെയാണ് കൂടുതലും ഫോളോ ചെയ്യണത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.